ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്നുള്ളത് നമുക്ക് കയ്യൂംഖാനോട് തന്നെ ചോദിച്ചു നോക്കാം. പറയൂ, നമ്മൾ എന്തിനാണ് ദ്വീപ് നമ്മൾ പൂർണ്ണമായിട്ട് നടന്നു കാണാം. 8 കിലോമീറ്റർ 9 കിലോമീറ്റർ മൊത്തം ദ്വീപ് എത്ര ഉണ്ട്? എല്ലാ ദ്വീപ് നിവാസികളും നമ്മൾ നേരിട്ട് പോയി. ദ്വീപ് മൊത്തത്തിൽ എത്ര ഉണ്ട്? എത്ര കിലോമീറ്റർ ഉണ്ട്? 9 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഉള്ളത്. 9 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ ഇപ്പോൾ കഴിഞ്ഞ് ഇവിടെ എത്തിക്കണം. അതായത് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന 1 കിലോമീറ്റർ കഴിഞ്ഞാണ്. ഇനി ബാക്കിയുള്ളതാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ഇത്രയും ദിവസം നമ്മളിങ്ങനെ കാറിൽ പോയി കണ്ട് ഇനി നമ്മൾ നടന്ന് കാണുക. ഏതറ്റത്തെത്തി നോക്കാം. തിരിച്ചടക്കാൻ വഴി അറിയിക്കാറില്ലേ? നേരം ഒരു പേടി വേണ്ട. ആകെ 9 കിലോമീറ്റർ അല്ലേ? 9 കിലോമീറ്ററാണ്. പക്ഷെ നമ്മൾ പള്ളി ഭാഗങ്ങൾ ശ്രദ്ധിച്ചോ, ഫുള്ള് വളവും തിരിവാണ്. അതൊന്നും പ്രശ്നമല്ല. നമുക്ക് ആട് ചന്തക്കോയാരി പോവാന്ന് പറഞ്ഞിരിക്കേ, നമുക്ക് ഈ നാട്ടുകാർ തന്നെയാണല്ലോ, എല്ലാവർക്കും മലയാളം അറിയാം. മറ്റേ ഇപ്പം പറഞ്ഞാൽ ചോദിച്ചു പോവാം. ചോദിച്ചു പോവാം. പിന്നെ പറയാനുള്ള എന്താ അറിയോ, നമ്മളെ നാട്ടിലൊക്കെ ഒരു എന്താണ് സംസാരമുണ്ട്, ദ്വീപിൽ ചെന്ന ഒരു 20 കൊല്ലം ബാക്കിലാണ്, 30 കൊല്ലം ബാക്കിലാണ്. അതൊരു തെറ്റായ ചിന്ത കേട്ടോ. ഇവിടെ വന്നാല് ഇപ്പൊ ഒരു 5 കൊല്ലം പോലും ബാക്കിൽ എന്ന് പറയാൻ മാത്രമില്ല. അത്രയും കണ്ടില്ലേ ഓരോ ബിൽഡിങ്ങുകള് കംപ്ലീറ്റ്. എന്നോട് പറഞ്ഞ വെച്ചാല് ദ്വീപ് പറഞ്ഞാൽ ഒരു 10 കൊല്ലം ബാക്കിലേക്ക്. കേരളം 10 കൊല്ലം ബാക്കിൽ എങ്ങനെയാണോ അതേമാതിരി ഫീൽ ഫീല് കിട്ടുന്നില്ല ഇപ്പൊ അവിടെ. ഡെവലപ്പ് ചെയ്യാനുള്ള ഇതില്ലാന്നല്ലേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള സോഴ്സസ് കിട്ടാനല്ല, എല്ലാം എത്തണം, എത്തിയിട്ട് വേണം. ഒരു വർഷം മാത്രമേ കാണുള്ളൂ, അല്ലാതെ ആളുകൾ ഡെവലപ്പ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. പിന്നെ ഇത്രയും ഒരു എന്താ പറയുക ശാന്തമായ ഒരു അന്തരീക്ഷം, കടലിന്റെ ഒരു ഭംഗി, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നമ്മളവിടെ കിട്ടൂലല്ലോ. അത് എവിടെ നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഗോവ എവിടെ പോയാലും സംഭവമാണെങ്കിൽ ഇത്ര കടലിന്റെ ഒരു പിന്നെ എന്താ പറയാ ആ ഒരു ഭംഗിയും നമുക്ക് കുളിക്കാനും നീന്താനും സ്കൂബ ചെയ്യാനും. കടലിന്റെ അടിയിൽ നമ്മളിങ്ങനെ കണ്ടാ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ കടലിന്റെ അടിയിൽ സ്കൂബയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഒരിക്കലും നിങ്ങൾ ആ ഒരു പേടി വെച്ച് കാണാതെ മാറ്റി വെക്കരുത്. കടലിൻ്റെ അടിയിൽ പോവാന്നുള്ളത് ഇതൊക്കെ നമുക്കിങ്ങനെ ഇതൊക്കെ ഈ കാണുന്നൊക്കെ ചിത്രത്തിൽ കാണുന്നുള്ളൂ, പക്ഷെ നമ്മളൊക്കെ നേരിട്ട് കണ്ടു. അതാണ് വ്യത്യാസം. ആ ചിത്രത്തിൽ കാണുന്ന നേരിട്ട് കണ്ടു. ഓക്കെ, നിങ്ങളിപ്പോൾ പെട്ടെന്നൊരു വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഞാനീ സംസാരിക്കണതൊക്കെ ആരാണ്, അല്ലെങ്കിൽ ആ നടന്നു പോകുന്നത് ഒരാളുണ്ട്, 3 ആളുണ്ട് നമ്മളിപ്പം. അതാരാണ്? ഞാൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലക്ഷദ്വീപിലേക്ക് വന്നത് ഒരുമിച്ച് ഒറ്റക്കാണ്. പക്ഷേ ഇവിടെ എത്തിക്കാണ്ട് പരിചയപ്പെട്ടതാണ് ഇവർ 3 ആൾക്കാർ. ഇവർ 3 ആളും സംസാരിച്ച് നോക്കുമ്പോൾ ഇവർ 3 ആളും മലപ്പുറംകാരാണ്, മഞ്ചേരിക്കാരാണ്. അപ്പോൾ എൻ്റെ റൂമിന് തൊട്ടപ്പുറത്താണ് ഓലും. അങ്ങനെ ഓലെ പരിചയപ്പെട്ടതാണ് ഇവിടെ എത്തിയതിന് ശേഷം. ഓക്കെ, നമുക്കിനി മൊത്തമായിട്ട് നട്ടുനിന്ന് കാണാം. ഇവിടെ ഇങ്ങനെ ഓരോ താത്താർ നാട്ടർത്താനം പറയുന്നുണ്ട്. എടി ജമീല, ഉമ്മക്കുൽസുവിൻ്റെ മോള് വള്ളയുണ്ടായാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റോന് ആകെ എന്താ പറയുക കൊച്ചി വയ്ക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശ ഓരോന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ നമ്മൾ കാറിൽ വന്നപ്പോൾ ഞാൻ മുപ്പരോട് വെച്ചേ ഹെൽമെറ്റ് വേണ്ടല്ലോ ചോദിച്ചിട്ടോ. അപ്പോൾ പറഞ്ഞു വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. പിന്നെ ഇപ്പം എന്താ റോഡ് ടാക്സ് വേണ്ട, എണ്ണ അടിച്ചാ പോവാ. നമ്മളവിടെ 1.20 1.30 എടുത്തിരിക്കുന്ന ഒരു ബൈക്ക് ആണെങ്കിൽ ഇവിടെ 85 റുപ്യക്ക് ഇവിടെ ഇറക്കാം. കാരണം എന്താ വെച്ചാല് കേന്ദ്രത്തിന് എന്താണ് ടാക്സ് ഒഴിവായി കിട്ടും, പോരാത്തിന് ഇവിടെ മറ്റുള്ള എല്ലാ ടാക്സുകളും ഒഴിവാ. അതെ, അവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു സുഖകരമാക്കിയത്. ആകെയൊരു പ്രശ്നം എന്താ വെച്ചാൽ 140 റുപ്യ കൊടുക്കണം 1 ലിറ്റർ പെട്രോളിന്. അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. നമുക്ക് 106 മുട്ടിട്ട് പോകുന്നത്. അതെ. പിന്നെ വേറെ ഒന്നുണ്ട്, നമുക്ക് ഓടാൻ ഒരുപാട് കിലോമീറ്റർ ഉണ്ട്. ഇവര് ഓടി അത്ര ഓടാന്നില്ലേ? അത് ശരിയാ. ഫുൾ ടാങ്ക് അടിച്ച അവനോട് ഫുൾ ടാങ്ക് അത് ഒരു മാസമൊക്കെ ഉണ്ടാവും പറഞ്ഞു. ഫുൾ ടാങ്ക് ഒരു മാസേ. അതതിന്റെ കണക്ക്. ലക്ഷദ്വീപിലെ ആട് റൂമ് കൊണ്ടേ സീസാക്കണോ? ഓക്കെ, അക്കുമ്മക്ക് എന്തോ ഈ നാട്ടിലെ കിണറ് ഉപ്പുവെള്ളം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ കടലാണ് കാണുന്നത്. ഒരു ഏകദേശം 100 മീറ്ററിനുള്ളിൽ തന്നെ മാക്സിമം അത്ര ഈച്ചാലും ഉപ്പുണ്ടാവില്ല. ഇവിടെ സെന്റിന് ആകെ 1 ലക്ഷം റുപ്യ വിലയുള്ളൂ. നമ്മളിപ്പോ കക്കാടംപൊയിലോ അല്ലെങ്കിൽ വയനാട്ടിലൊക്കെ പോയിട്ട് ആളുകള് 5-10 ലക്ഷത്തിനൊക്കെ സ്ഥലങ്ങൾ വാങ്ങുന്നുണ്ട്, റിസോർട്ട് പണിയാണ്. അതെ, ഇവിടെ ഒരു 25 സെന്റ് സ്ഥലമാണ് 25 ലക്ഷം റുപ്യ കൊടുത്താൽ മതി. പക്ഷെ കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു പെണ്ണ് കെട്ടിയാലേ അവരെ പേരിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരാളെ പേരിലോ കെട്ടാൻ പറ്റും, എന്താണ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ പെണ്ണിട്ടണം. ഇവിടെ പെണ്ണിട്ട് അത് നടക്കൂല. മൂപ്പര് ഇപ്പോൾ രണ്ടാമതൊന്നും ചിന്തിക്കുകയാണ്.
മൂപ്പര് പെണ്ണുങ്ങളെ വീട് മൂപ്പര് കുടുംബം കലക്കാൻ നമുക്ക് ഓലെന്താ ഇവര് മൂന്നാളും പെണ്ണിട്ടിയതാണ്. ഇവര് മൂന്നാളും കൂടി ഇന്നെ കൊണ്ട് ഇവിടെ കെട്ടിപ്പിച്ചാണ് നോക്കണം. ഞാൻ പറയും ഇസ്ലാം നമ്മൾ ഉദ്ദേശിക്കണേ ഫർസിനെ കൊണ്ട് കല്യാണം ഇവിടുന്ന് കഴിപ്പിക്കാം. പേരിൽ നമ്മൾ ഇവിടുന്ന് പ്രോപ്പർട്ടി ഇവല് ഉദ്ദേശം കല്യാണം കഴിപ്പിക്കലല്ല, കല്യാണം കഴിപ്പിച്ചുകാണ്ട് ആ പെണ്ണിന്റെ പേരിൽ സ്ഥലം എടുത്തുകാണ്ട് അതിന്റെ പേരിൽ ബിസിനസ് ചെയ്യാം. ഇവനെ വെച്ച് ബിസിനസ് ചെയ്യോ, നമ്മളെ വെച്ച് ബിസിനസ് നേരെ ഉൾട്ടടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇന്റെ കല്യാണം അയച്ചാണ് നിങ്ങളെ പാലം വെക്കല്ലേ. കല്യാണത്തിന് ബാക്കിയൊന്നും വേണ്ടല്ലോ, നിങ്ങൾ ഞാൻ പറയും കല്യാണം കഴിച്ചാൽ മതി. ഞാൻ പറയുമ്പോ ഇവര് ഇവിടെ ഒരു ചിന്ന വീട് അല്ലെങ്കിൽ ഇവര് ഇവനാണ് താല്പര്യം. കാശ്മീർ ആ കാക്കയാണ് മുന്നിൽ പോണത്. അതെ, ആ കാക്ക മുന്നിൽ പോണ്. ഞാൻ പറയുമ്പോ ഇവിടുന്ന് രണ്ടാമത്തെ ഒരു പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ ഒരു അന്വേഷിച്ച് വരുന്നില്ല. അപ്പൊ അതിന് ചിലപ്പോ ബോട്ട് നിൽക്കും, ഫ്ലൈറ്റ് ഉണ്ടാവില്ല, കപ്പൽ നിൽക്കും. അപ്പൊ പിന്നെ വേറെ ഇവിടുന്ന് ഓളെ അങ്ങോട്ട് കൊണ്ടുപോണ്ടി വരും. അല്ലെ പിന്നെ ബഷീർ ബഷീറുമായി സമാധാനത്തോടെ കൂടി ജീവിക്കണം. അത് നമ്മളെ പെണ്ണുങ്ങളൊക്കൊന്നും കഴിയും. ലക്ഷദ്വീപ് തംസാക്ക വരുന്നുണ്ട് സൈക്കിളായിട്ടും. ഓക്കെ, ഇത് ലക്ഷദ്വീപിൽ ഇനി കുടിയിരിക്കാൻ പോണ വീട്. പണി കഴിഞ്ഞിട്ടില്ല. നമ്മൾ അടുത്തെല്ലാം വരുമ്പോൾ തരാം. രണ്ട് മാസം കഴിഞ്ഞ് വരുമ്പോൾ ഇതിന് പണി കഴിയൂലേ? ആ പറഞ്ഞോളി. നമ്മളെ നാട്ടിലേ ഈ ചകിരിക്ക് ഇപ്പോ പെരും റേറ്റാ. ചകിരിക്ക് തേങ്ങ കൊണ്ടുള്ള എല്ലാ സാധനത്തിനും റേറ്റാണ്. റേറ്റാ ഇപ്പോൾ ചകിരിച്ചോറിന് ഒരു ചാക്കിന് 250 ഉറുപ്പ് കൊടുക്കണം. ഇതിന്റെ നാരിനുള്ള റേറ്റ് ഇങ്ങനെ കണക്കൂട്ടി വരികയാണെങ്കിൽ ഒരുപാട് ഇവിടെ എല്ലാം വേസ്റ്റായിട്ട് കത്തിച്ച് ഒഴിവാക്കുകയാണ്. കാരണം ഇത് ഇവിടുന്ന് കയറ്റി പോകാനുള്ള സംവിധാനമില്ല. അതേപോലെ ഇവിടെ തേങ്ങക്ക് 20 ഉറുപ്പിയാണ് ഒരു കിലോ തേങ്ങക്ക് വില ഉള്ളൂ. നമ്മളവിടെ 50 രൂപ വരെ വന്നിട്ടുണ്ടെന്നാണ് ലോക്കൽ കടകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്ന് കൃത്യമായിട്ട് തേങ്ങ നാട്ടിലെത്താൻ കഴിയുകയാണെങ്കിൽ ഒരു 35-40 രൂപക്ക് നാട്ടിലിപ്പോ ഈ തേങ്ങന്റെ ക്ഷാമം തന്നെ തീരും. കാരണം അത്രയും തെങ്ങല്ലേ. ഒന്ന് ക്യാമറ ഒക്കെ മുകളിൽ കൂടി കാണിച്ചു കൊടുത്താ ഇവിടെ ഫുള്ള് ഇവിടെ കാണുന്ന മരങ്ങൾ കംപ്ലീറ്റ് തെങ്ങ, ഫുള്ള് തെങ്ങ. സംഗതി എന്ന് വെച്ചാൽ ഇവിടെ കുറേ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറേ ഉണ്ട്. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? ഗവൺമെന്റിന്റെ സപ്പോർട്ട് നിർബന്ധമാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഷിപ്പുകളെ കുറവ്, ഡെയിലി ഷിപ്പ് നല്ലോണം ഉണ്ടാവണം. അതുപോലെ ഫ്ലൈറ്റുകൾ ചെറിയ ഫ്ലൈറ്റ് ആണ് ഇവിടെ 72 ആൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഫ്ലൈറ്റ് ആണ് ഇവിടെ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്നുണ്ട്. അത് മാറി കിട്ടിയാൽ പ്രതിസന്ധികൾ, അതെ, ആ പ്രതിസന്ധികൾ മാറണം. എന്നാൽ ഇവിടുത്തെ ലക്ഷദ്വീപും വളരും, ബിസിനസ്സുകളും വളരും. നല്ല രീതിയിൽ റിസോർട്ടുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഒരു 3-4 വർഷത്തിനുള്ളിൽ വലിയൊരു ഡെവലപ്പ് ഇവിടെ നടക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം മറ്റുള്ള കുത്തകകൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ സാധാരണക്കാരും അതിൻ്റെ കൂട്ടത്തിൽ വളരും എന്നുള്ളതാണ്. ഈ മെറ്റലുകളൊക്കെ കാണുന്നത് മെറ്റലുകൾ ഗവൺമെൻറ് പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുത്തിട്ടതാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് കിട്ടില്ല. ഇത് ഗവൺമെന്റിന് ബിൽഡിംഗ് പണിയാനും മറ്റേ. അതെ, ഇവിടെ ഒരുപാട് ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. ഇവിടുത്തെ മ്യൂസിയങ്ങൾ, അതേപോലെ ഒരുപാട് ഇപ്പോൾ സ്കൂളുകളൊക്കെ പൊളിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്തു വരും എന്നാണ് BJP സർക്കാർ പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ വലിയ രീതിയിൽ ഫണ്ട് ഇറങ്ങുന്നൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് വലിയ സ്കൂളുകളൊക്കെ പൊടിച്ച കാരണം ബുദ്ധിമുട്ടിലാണ് കുട്ടികളൊക്കെ നമ്മളെ നാട്ടിൽ വന്ന് പഠിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ വേറെ അത് കുറച്ച് മെറ്റലല്ലേ നിൽക്കാനോ. പക്ഷേ ഇവിടുത്തെ മണൽത്തരികളും ഇവിടുത്തെ ചെറിയ കല്ലുകൾ ഒഴിച്ച് വേറെ എന്ത് സാധനം നമ്മളെ നാട്ടിൽ നിന്ന് വന്നിട്ട് വേണം. ആണോ കാക്കാർ, ഇവിടുത്തെ ലക്ഷദ്വീപത്തെ കാക്കാർ ചെറിയ നാട്ടത്താനം പറഞ്ഞു കണ്ടും അങ്ങനെ ഓരോ കുശലാന്വേഷണം ചെയ്ത് കണ്ടും ഓരോ കാര്യങ്ങളവിടെ വൈബടിക്കുന്നു. അല്ല, ഒരു പീസ്ഫുൾ ജീവിതം. ഒച്ചപ്പാടും വളമൊന്നുമില്ല. ഇടയ്ക്ക് ഇതേമാതിരി ഒരു ബൈക്ക് പോകും അല്ലെങ്കിൽ ഒരു കാറ് പോകും, അതിൻ്റെ ഒച്ച മാത്രം. പിന്നെ തിരമാലടിക്കണ ഒച്ച മാത്രം. അതൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ചായക്കട കിട്ടിയത്, ചായക്കട സ്പോട്ടഡ്. സോഡല്ല. നമ്മളങ്ങനെ ലക്ഷദ്വീപിലെ ഒരു ചായക്കട കം ഹോട്ടലിലേക്ക് വന്നതാണ്. ഓക്കെ, ഇതാണ് ലക്ഷദ്വീപത്തെ. ഇത് അരയന്നല്ലേ? മിക്കവാറും ഈ പാട്ട് കോപ്പിറൈറ്റ് അടിക്കോളുണ്ടാവും. നോക്കട്ടെ, ഇവിടുത്തെ ചായക്കടികൾ എന്തൊക്കെ സ്പെഷ്യൽ നോക്കാം. ഓക്കെ,
സർവത്ത് വേണോ ചായ വേണോ എന്താ വണ്ടി? എനിക്കൊരു സർവത്ത്. സർവത്തോ? യെസ്. എനിക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ കടികൾ. ലക്ഷദ്വീപൻ കട്ട്ലേറ്റ്. മറ്റേ നോക്കിയാണ്. അയ്യോ അത് ഉള്ളിവട. പഴംപൊരി. ഇതും ഇതങ്ങനത്തെ ഒരു സാധനങ്ങൾ. കട്ട്ലേറ്റ് എന്താ റേറ്റ്? എല്ലാം 10. ഓ എല്ലാം 10 കേട്ടോ. മാഷാഅല്ലാ മാഷാഅല്ലാ. നിങ്ങൾക്കെന്താ സർവത്താ ചായ? നമ്മൾ സർവത്ത് കുടിക്കാണ്. ഓക്കെ പറയും. മെനു. അതെ, ലക്ഷദ്വീപില് ഇങ്ങനെയുള്ള ഒരു സാധനത്തിന് നാട്ടിലത്തെ റേറ്റ് ഇല്ല കേട്ടോ. ഇല്ല, എല്ലാം 10, 20, 10 രൂപക്ക് ചായ കിട്ടും. 10 രൂപക്ക് കേട്ടോ. റോസ്റ്റിനൊക്കെ 20 രൂപ ഉള്ളൂ. അതെ അതെ. ഹോട്ടലിന്റെ പേര് 3 സ്റ്റാർ ആണ്. അതെ, ഹോട്ടൽ 3 സ്റ്റാർ. എന്ന് വെച്ചാൽ നാട്ടിലുള്ള അറിവ് നമ്മളെ നാട്ടിൽ നിന്ന് സാധനം കൊണ്ടുവന്നിട്ടാണ് ഇവിടെ. അതെ, ഇവിടെ ഒരു തേങ്ങ അല്ലാതെ മറ്റൊരു സാധനം ഈ നാട്ടിൽ നിന്ന് കിട്ടൂല. കൃഷി ഐറ്റംസ് ആയിട്ടില്ല. അവിടെയാണ് ഈ റേറ്റിൽ. പാല് വരെ നാട്ടിൽ നിന്ന് വന്നിട്ട് വേണം. യെസ്. അപ്പോഴും ചായക്ക് വെറും 10 രൂപ മനസ്സിലാക്കണം. അപ്പൊ നമ്മളൊക്കെ അപ്പൊ കൊള്ളടിച്ചോണ്ടിരിക്കുകയാണ്. അതെ, നമ്മളുടെ ലാഭത്തിന് എത്ര എന്നുള്ളത് ലാഭം എത്ര സഹിക്കാം. ആളുകൾക്ക് നഷ്ടം നോക്കിയിട്ടല്ല, ആൾക്കാർക്ക് ഭക്ഷണം നല്ല സാധനം കൊടുക്കുക. നമ്മളെ സർബത്ത് അവിടെ മേക്ക് ചെയ്യുന്നുണ്ട്. സർബത്ത് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വാ, അപ്പുറത്ത് കുക്കർ വിസിലടിക്കൊണ്ട് ഉണ്ട്. ഭണ്ടാരി വേറെ ഉണ്ട്. ഹോട്ടൽ കം ചായക്കട. നമ്മളെ സർബത്ത് എന്ത് മാറ്റം നമുക്ക് ഫീൽ ചെയ്യണം? നാട്ടിൽ സർബത്തും ഇവിടുത്തെ സർബത്തും കാണാൻ നല്ല വ്യത്യാസമുണ്ട്. നാട്ടിലത്തെ സർബത്തിൽ നല്ല രീതിയിൽ പഞ്ചസാര നന്നാരി നാട്ടിലെ പഞ്ചസാര കാച്ചിട്ട് എന്ത് ചെയ്യണ്ടേ, മറ്റേ കളർ ചേർക്കണ്ട്. വ്യത്യാസം ഉണ്ടോ? ഓക്കെ, നമുക്ക് നോക്കട്ടെ. നാരങ്ങളും ഇത് തനി നാരങ്ങ. ഇത് കറക്റ്റ് നോമ്പറന്നൊരു ഫീലുണ്ട്. ഇത് കറക്റ്റ് നാരങ്ങ വെള്ളം. പക്ഷേ ഇതില്ല, നമ്മുടെ നാട്ടിൽ കളർ ചെയ്യും. അതായത് കാരമൽ നന്നാരിൻ്റെ ഒന്നും അല്ല, നമ്മുടെ കാരമൽ നന്നാരില്ല, നന്നാരി കിട്ടാല്ല. ഇത് ശരിക്കും നാരങ്ങ. ശരിക്കും നാരങ്ങ എന്ന് പറയാൻ നാരങ്ങ. ഒരു കട്ട്ലേറ്റ് പോയി. 4 കട്ട്ലേറ്റ് മൂപ്പര് പറഞ്ഞ മീൻ കട്ട്ലേറ്റ് ഒക്കെ നമുക്ക് പോയേക്കാം. കട്ട്ലേറ്റ് ഏതാണ്? ഇത് എന്താ ഫിഷാ? അതൊരു 4 മീൻ കട്ട്ലേറ്റ്. ഓക്കെ, 4 മീൻ കട്ട്ലേറ്റ് ആണ്. മീൻ മുനീറാക്കാൻ്റെ സംഗതി ശരിയാണ്. മീൻ കട്ട്ലേറ്റ് ആണ്. മീൻ കട്ട്ലേറ്റ് കഴിച്ചു നോക്കി, അഭിപ്രായം പറയും. സൂത കട്ട്ലേറ്റ്. മീൻ കട്ട്ലേറ്റിന് മീനിൻ്റെ വേണ്ടോ? മീനിന്റെ ചുവയൊന്നും കാണില്ല, പക്ഷെ കട്ട്ലേറ്റിന് വേണ്ട. കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. മീനിന്റെ ഒരു ചുവ ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് നല്ല മീൻ കട്ട്ലേറ്റ് ഒന്ന് നോക്കാം. സ്മെല്ലുണ്ടോ? ശ്രദ്ധിച്ചോ, അവർ പറഞ്ഞു മത്തും കാര്യങ്ങളോട് കിട്ടായിട്ടല്ല, അത് ഉപയോഗിക്കാത്ത മീൻ സ്മെല്ലുകൊണ്ടാണ്. ഇത് മീൻ കട്ട്ലേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല, മീനിൻ്റെ ചെറിയ ചെറിയ പീസ്. ഫുട്ബോൾ ടൂർണമെന്റ് ഗൈസ്, നമ്മൾ വിചാരിച്ച മാതിരില്ല ലക്ഷദ്വീപ്. ഇതുവരെ കണ്ടപ്പോഴൊക്കെ നമുക്കൊരു സാധാരണ ഒരു ഗ്രാമം മാതിരി അങ്ങനെ തോന്നി. ഇപ്പൊ മൊത്തം മാറി. ഇത് ടർഫാക്കണോ? ഇത് കറക്റ്റ് നമ്മൾ കൂട്ടിലങ്ങാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ന മാതിരി. ബുള്ളറ്റും കൊണ്ട് പോണ്. എല്ലാ സംഗതിയും ഇവിടെ ഉണ്ട്. അതായത് അവിടെ ബുള്ളറ്റ് ഉണ്ടല്ലേ. ഇവിടെ ടർഫാക്കണടാ. സാധാ മറ്റേ
എല്ലാം അടിപൊളി ടർഫ്, എല്ലാവരും ഫുട്ബോൾ കളിക്കണ് ഉണ്ടോ. പക്ഷേ നടന്ന് അവസാനം എത്ത ബീച്ച് കേൾക്കാറ് ആണ് രസം. അവിടെ കായ് എടുത്ത് കളിച്ചാൽ ഇവിടെ കായ് കൊടുക്കാതെ കളിച്ചോ. എങ്ങോട്ട് പോയാലും കടല്, വെള്ളം കിട്ടാതെ മരിച്ചൂല ഏതായാലും. വെള്ളം ഇങ്ങോട്ട് പോയാലും കടല്. ഈ വെള്ളത്തിൽ ചാടി ചാടിയേ എന്താണ് പ്രഷർ കൂടുമെന്നുള്ളതാണ്. കാരണം ഉപ്പ് ഇങ്ങനെ കേറി അല്ല, ഇത് ശരീരത്തൂടെ ഞാൻ അങ്ങോട്ട് ഉള്ളിക്കേ ഉപ്പ് കയറാൻ വലിയ ഓപ്ഷൻ ഉണ്ടെങ്കിൽ. ലക്ഷദ്വീപിലെ നാടൻ ഫുട്ബോൾ. ഞാൻ പഴയ ഗോളിയാണ്. ഓര് മറ്റേ ഇത് കടലിൽ പോണ കൈയാണ്. ഇത് കടലിൽ പോണ കാലാണ്. ഒറ്റ ഷോട്ടൻ അടിച്ചു. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാലുണ്ടൊരു കുഴപ്പം. അടിച്ച് തൂഫാനാക്കി തരാം. അങ്ങനെ നമ്മൾ നടന്ന് കടലിലേക്ക് എത്തുന്നു. എന്ത് രസമുള്ള നാടാ മാഷാഅല്ലാ. പക്ഷെ എനിക്ക് കുറച്ചൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, കുറേ നിൽക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആ ടൗണിൽ നിന്നാണ്ട് വിട്ട് മാറി ഒരു ചടപ്പാണ്. കുറേ നടന്ന് കുറേ ഇതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കുപ്പി കണ്ട്. ഇവിടെ ഒന്നും അങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി മറ്റേ മറിച്ചൊന്നും കാണില്ല. ഇവിടെ അങ്ങനെ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഞാൻ കണ്ട്. വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. യെസ്, കടൽ എങ്ങും കടൽ. ഹക്കുംക്ക് എന്തോ കണ്ടെത്തിക്കണോ? പോയോ? ഞണ്ടുള്ളു പോയോ? നെണ്ടിന്റെ കാൽപാതാണ് ഇത് തോന്നുന്നു. ഈ ഇത് ഫുള്ള് നെണ്ടിന്റെ കാൽപാതാട്ടോ. അത് വലിയ കുണ്ടാട്ടോ, കാലിറങ്ങി പോകണ്ടേ. കംപ്ലീറ്റ് ഇവിടെ ഞണ്ട. ഇവിടെ കാഴുണ്ട്, ആഴല്ല. ഇവിടെ വിളിക്കല് ഇവിടെ ഞണ്ട്. ആക്കണ ഞണ്ട് പോണു. ഫോക്കസ് ആവ്. പോയാ ഫോക്കസ് ആയില്ലടാ. അപ്പത്തും ഞണ്ട് പോയി. ഞണ്ടിൻ്റെ പണിക്ക് പോയി. ഒരു ചെറിയൊരു ഇങ്ങനത്തെ ഈ മണലിൻ്റെ അങ്ങനത്തെ കളർ ഞണ്ടില്ലേ? അതെന്താ? ഇതാണ് കോറൽസ്. ഓ, ഇതാണ് സാധനം. എന്നുവെച്ചാൽ ഇതിൻ്റെ വെറൈറ്റികളാണ് നമ്മൾ സ്ക്യൂബയിൽ കണ്ടത്, കടലിനടി കണ്ടത്. അതെ. ഏതല്ലേ? അതെ. ഇത് ഇവിടെ നിന്ന് നമുക്ക് നാട്ടിൽ കൊണ്ടുപോയാൽ നമ്മൾ 6 മാസം അകത്ത് കിടക്കുന്നതാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിവിടെ സംരക്ഷിക്കേണ്ട സാധനങ്ങളാണ്. അത് നമ്മളെ നാട്ടിൽ കൊണ്ടിടാൻ പാടില്ല. ഓക്കേ, ഞണ്ടിൻ്റെ ഗുഹ. ഗൈസ്, അങ്ങനെ പരിശ്രമിച്ച് അക്കുംകൊക്കെ ഞണ്ടിനെ കിട്ടിക്കണു. മൂപ്പര് ഫുള്ള് കുണ്ട് അവിടെ നിന്ന് കുഴിച്ചെടുത്താണ്. കംപ്ലീറ്റ് കുഴിച്ചെടുത്ത ഞണ്ടാണിത്. ആ പോണ ഞണ്ട്. ഇത് വേറെ വെറൈറ്റി കളറല്ലേ? ഇതിൻ്റെ ഒരു ലെഗ് ഉണ്ടോ? ഭയങ്കര വലുപ്പമാണ്. ഒന്ന് ചെറുതാണ്. അറിയില്ല, അത് മീനുകളെ കുറിച്ച് അറിയുന്നവരോട് ചോദിക്കണം. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇത് ശരിക്കും പിടിക്കൂട്ടോ. കണ്ടോ, പിടിക്കണേ കണ്ടോ, ഇറുക്കുണ്ടല്ലേ? ഓ, സീൻ. അതിൽ കുണ്ടുക്ക് പോകണം നോക്കാം നമുക്ക്. പോയി ഗൈസ്, ഞണ്ട് മാളത്ത് കയറി. രസം കേട്ടോ, ഒരു വെറൈറ്റി കളറിനുണ്ട്. അയ്യോ, എന്നാ വരി, പോയേക്കാം. നമുക്ക് ലക്ഷദ്വീപിൻ്റെ വീണ്ടും ഒരറ്റത്തേക്ക് നടന്നുകൊടുക്കാം. ഗൈസ്, നമ്മളങ്ങനെ ബീച്ചിൽ നിന്ന് വീണ്ടും ഇറങ്ങുകയാണ്. നമ്മളെ നാട്ടിലത്തെ ടർഫിൻ്റെ മേലേക്ക് പന്തുണ്ടാവുക. ഇവിടുത്തെ ടർഫിൻ്റെ മേലെ എന്താ ഉള്ളത് നോക്കി. ഇങ്ങോട്ടോക്കി. ഓല മടല് തേങ്ങയൊക്കെ കിടക്കണത്. എന്താ ഇവിടുത്തെ ലക്ഷദ്വീപത്തെ ഒരു ബുള്ളറ്റ് ഞാൻ കാണിച്ചിട്ടാ. ഏതാ മന ബുള്ളറ്റ്? ഇവിടെ ഇത് നോക്കി. ഒരു നരിക്കുട്ടി സാധനം. ഇത് ബുള്ളറ്റ് അല്ല, ഇത് 100 ഇതാണ് ബുള്ളറ്റ്. ഇതോന്റെ പേരിട്ടതാണ്. കണ്ടോ, RK. ബുള്ളറ്റിന്റെ ഇയർ
ഐശ്വര്യ നമുക്ക് ഇനി വീണ്ടും ദ്വീപിൻ്റെ ഒരറ്റത്തേക്ക് നടക്കാം. ഗൈസ് ഇതാണ് മുരിങ്ങക്കായും കൂടി റയർ കാഴ്ചകൾ. അത് ലക്ഷദ്വീപിലാണ്. കുട്ടികൾക്ക് ഇതെന്താ ഇവിടെ പീട്ടിയോ? പീട്ടിയാണ്. പീട്ടി ഗൈസ് ഇതാണ് ഇവിടെ. അപ്പോൾ ആ സൈക്കിളൊന്ന് വാങ്ങിയാൽ മതി. നമ്മളിവിടെ കുട്ടികളെ സൈക്കിൾ തപ്പെടുക്കാറെന്നറിയോ? നിങ്ങൾ നടക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സൈക്കിൾ കിട്ടിയാൽ കുറച്ചുകൂടി രസമാവും. അങ്ങനെ ഒട്ടി പോവാം. മുരിങ്ങല്ലേ? ഇത് പുള്ളിയാണ്. ഇത് പുള്ളിയല്ലേ? നമ്മൾ അപ്പം അങ്ങനെ +1 +2 സ്കൂൾ കണ്ടു. ഇത് നമ്മൾ നടത്തം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതെന്താണ്? സുലൈമാനി ഹോട്ടലോ ആണോ? ഓക്കെ, ഇത് നമുക്ക് നടന്നുകൊണ്ടേ ഇരിക്കാം. കൈ അടിയുണ്ട് മോനെ. ഇത്രയൊക്കെ കണ്ട് നിങ്ങൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, സബ്സ്ക്രൈബ് ഗൈസ്. ചെറിയൊരു അടി നടക്കുന്നുണ്ട്. എന്താ പ്രശ്നം പറയും? എന്താ വിവാദം പറയും? അല്ല നിങ്ങൾ കുറച്ച് അടിക്കട്ടെ. പറയും ഒരു വേറെ ഭാഷയാണ് ദ്വീപിൽ സംസാരിക്കുന്നത്. അവൻ ശൈലി മാറ്റുമ്പോൾ ആർക്ക് നമ്മൾ സാധാരണ പറയുന്നത് സംസാരിക്കണ തിരിയണില്ല അവന്റെ ഭാഷ. എന്നിട്ട് മൂപ്പര് സംസാരിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണ സംസാരിക്കാം. ഓൾക്ക് മനസ്സിലാവുണ്ട്. എന്നിട്ട് ഓരോ കുറച്ച് മൂപ്പര് കുറച്ച് ടോപ്പായിക്കോട്ടെ കണ്ട് എന്ത് ഇറങ്ങണം. അങ്ങനെ എന്ത് ഓരേതോ ഹാൽ മൂപ്പര് കണ്ണൂർ ഭാഷയും കാസർഗോഡ് മൂപ്പര് കണ്ണൂരും കാസർഗോഡ് മിക്സ് ചെയ്ത് സംസാരിക്കും. അല്ലേ സാധാരണ പറഞ്ഞാൽ മതി. തിരിയും. മൂപ്പര് കുറച്ച് കണ്ണൂർ കാസർഗോഡ് മിക്സ് ആക്കാണ്. ഓന്റെ ഭാഷയാണ് അത്. കണ്ണൂർ ആണില്ല. അതായത് ഞാനൊരു ലക്ഷദ്വീപത്തെ ആളായി മാറി. അങ്ങനെ നമുക്ക് ലക്ഷദ്വീപിലെ ഭാഷ അറിയുന്നില്ല രൂപത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷെ അപ്പൊ ഓർക്ക് തിരിയണില്ല. മൂപ്പര് ഇത്ര നേരം വ്ളോഗിൽ ഉണ്ടാക്കി ഇമേജ് ഒക്കെ നിങ്ങൾ ഒറ്റടിക്കാണ് പൊളിച്ചു. ഈ കളർ കണ്ടെങ്കിൽ രണ്ട് കളറ് ഇത് ഇവിടുത്തെ ഗവൺമെന്റ് അടിച്ചിട്ടതാട്ടോ. അത് നമുക്ക് മിഞ്ഞാന്ന് നമ്മളെ ഡ്രൈവർ പറഞ്ഞു കേട്ടോ. അതെ, ബിജെപിന്റെ കളറാണ്. അതായത് ബിജെപി വൈറ്റും കാവി. കേന്ദ്ര സർക്കാർ അടിച്ചിട്ട കളറാണ്. സർക്കാരിന്റെ കളറാണ് ഈ റോഡ് സൈഡിലൊക്കെ കാണാം. ഇതും കിണറല്ലേ? ഉപ്പുവെള്ളം ഉണ്ടാവില്ല. ഉപ്പുവെള്ളം ഇല്ലാത്ത കിണർ. മുരിങ്ങ ഉണ്ടല്ലോ, വീണ്ടും നമ്മൾ മുരിങ്ങ ഉണ്ട്. ലക്ഷദ്വീപിൽ കാഴ്ച നിൽക്കാൻ മുരിങ്ങ ഉണ്ട്, കർമൂസ, പപ്പായ ഉണ്ട്. ശരിക്കും ഞാൻ പറയുമ്പോൾ നമ്മൾ ഈ കാറ് പോകാൻ നടക്കുമ്പോഴേ ഓരോന്ന് കാണുന്നത് അല്ലേ? എന്തോ കോട്ടേജോ ഫ്ലാറ്റ് പോലെ നടന്ന് പോകണം, എന്നാലേ കറക്റ്റ് എല്ലാം കാണാൻ പറ്റുള്ളൂ. അങ്ങനെ സംഗതി മനസ്സിലായോ? ഇലക്ട്രിക് വണ്ടി നമ്മളിങ്ങനെ പോസ്റ്റ് ഓഫീസ് ആക്കണം. പോസ്റ്റ് ഓഫീസ് ലക്ഷദ്വീപിലെ പോസ്റ്റ് ഓഫീസ്. എങ്ങനെ ഇവിടുന്ന് കത്ത് ചെയ്തിട്ട് നോക്കുക നാട്ടിൽ കത്തോന്ന്. നിങ്ങൾ കത്ത് ചെയ്തിട്ട് മുന്നിൽ കിടക്കില്ലേ? ആ കൊണ്ട് ലഡാക്കില് പോയിട്ട് ലാസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അതെ, അവിടുന്ന് കത്ത് ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് എഴുതിട്ട് നോക്കുക. അപ്പൊ വീട്ടിൽ വരുമല്ലോ. അവിടെ തേങ്ങ കൊണ്ടുവന്നു. ഒരു കാക്കട തേങ്ങ ഉണ്ട് കേട്ടോ. ഒരു കാക്കട തേങ്ങ ഉണ്ട് ഇവിടെ. തേങ്ങ ഇടുന്ന പണിക്ക് വന്നാൽ ഒരു തെങ്ങുമ്മ കയറിയ 100 രൂപയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ മിനിമം അവിടെ ഒരു 500 തെങ്ങെങ്കിലും ഉണ്ടാവും. അത്രയും അടുപ്പിച്ചാണ് തെങ്ങ്. ഒരു പട്ടക്ക് തട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം എന്താ വെച്ചാല് തേങ്ങ അറിയുന്നവരാണെങ്കിൽ ഒറ്റ മാസം കൊണ്ട് തേങ്ങ ഇടാനറിയാം. അതെ, നീരാളി ലക്ഷദ്വീപിലെ നീരാളി. ഇതിൽ നീരാളി എത്ര റുപ്യ? 360 റുപ്യക്ക് ഒരു നീരാളി. 350. അത് പൊക്കി കാണിക്കൂ. നമ്മൾ പൊക്കി കാണിച്ചാൽ മതി. മുപ്പത് തുണി
നീരാളി. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മൾ കൊണ്ടിട്ട് എന്താക്കുക? നമ്മൾ വാങ്ങിയല്ലേ, നമ്മൾ മൂപ്പരെ സഹായിച്ചാണ്. അത് ശരി. ഞാൻ ഇവത് എന്തുകൊണ്ടിട്ട് എന്താ ശരിയാക്കുന്നത്? 1 കിലോ 110 രൂപ. 350 റുപ്യക്ക് ഉണ്ടല്ലേ? 380 നീരാളി 350 റുപ്യ കിലോന്. ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധനം കണ്ടു. എല്ലാം ഇവിടെ ഉണ്ട്. സ്കാനറും ഉണ്ട്. എന്താ സാധനം അത്? ആളില്ലാത്ത കട. അതായത് നടന്നു പോകണേക്ക് ഇവിടെ ഒരു ഡബ്ബ ഉണ്ട്. എന്താ സാധനം? ഒന്ന് പൊളിച്ചോ കുട്ടിയെ. ഇതിന് എത്ര റുപ്യാന്ന് അറിയില്ലല്ലോ. മൂപ്പര് ഇംഗ്ലീഷ് കൊടുക്കാണ്. അതേമാതിരി ചളി നമുക്ക് പറ്റാത്തോണ്ട് വേണ്ട. സംഗതി നമ്മളല്ല കടലിട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിചാരിച്ച്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ല്. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എന്തൊക്കെ ഫുഡ് കിട്ടും? എല്ലാം കിട്ടും. പിന്നെ പാല്, മുട്ട അങ്ങനെ എന്തെങ്കിലും? അല്ല, നമ്മുടെ നാട്ടിൽ എന്തൊക്കെയുണ്ട്? ഇവിടെ ഇങ്ങോട്ട് കേരളം വന്നാണോ? കേരളത്തിൽ വന്നാണോ? കൊച്ചി വന്നിട്ടില്ല. കേരളത്തിൽ വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? എങ്ങോട്ട്? തേവര. അവിടെ. എന്നാ ഓക്കെ, പോയിക്കോളി. എന്റെ കുട്ടിന്റെ പേരാണ്. ആദ്യമായിട്ട് ഹസ്ഫിയ. മൂപ്പരത് ഹസ്ബിയ. പക്ഷെ നമ്മളെ ഡബ്ബ ഉണ്ടപ്പോ വിചാരിച്ചു. നിങ്ങൾ എന്താ വിചാരിച്ചു? ആ ഡബ്ബിൽ എന്തേ കാരണം കടല. മൂപ്പർക്ക് സാധനം ആദ്യം തന്നെ കത്തി. മൂപ്പർ ആദ്യം തന്നെ പറഞ്ഞാൽ അതേ കാരണം പറഞ്ഞു. അപ്പോൾ കടലല്ലേ, നമുക്ക് പറ്റിയ സാധനമല്ല. ഗൈസ് ഇവിടെ ATM, SBI ബാങ്ക്. എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടെ ആകെ SBI ഉള്ളു തോന്നുന്നു അല്ലേ? SBI ബാങ്ക്. എല്ലാവരും സൈക്കിളോട്ട് വരുന്നുണ്ട്. മക്കളൊക്കെ സൈക്കിൾ. പിള്ളേരൊക്കെ ഫുൾ ആക്റ്റീവാണ്. അൽഫറ സൂപ്പർ മാർക്കറ്റ്. ലക്ഷദ്വീപിലെ സൂപ്പർ മാർക്കറ്റ്. മണിക്കൂർ മുട്ടായോ? നമുക്ക് ചെരുപ്പ് കൂരിയിട്ട് ലക്ഷദ്വീപിലെ സൂപ്പർ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ കയറാം. നമ്മൾ സൂപ്പർ മാർക്കറ്റ് എന്തിൻ്റെ ഉള്ളതാണ്? ടിലോ പോലത്തെ സാധനം അല്ലേ? ടിലോ പോലത്തെ സാധനം നമ്മൾ വാങ്ങിക്കുന്നത്. ഓക്കെ, സൂപ്പർ മാർക്കറ്റ് അടിപൊളി കേട്ടോ. എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ എല്ലാം ഗൊജിന്ന് എഴുതിയിട്ട് വേണം. ഓക്കെ, ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ചെയറൊക്കെ ഇട്ടേക്കണം. എന്ത് രസമാടാ വ്ളോഗ് എടുക്കാൻ രസം. എല്ലാവരും വല്ലാതെ അങ്ങനെ വ്ളോഗ് എന്തെടുക്കണം വെച്ചിട്ട് ഇങ്ങനെ കണ്ണു വെച്ച് നോക്കണമെന്നില്ല. പരിപാടി എല്ലാം നമ്മൾക്ക് നല്ല രസകരമായിട്ട് ഇങ്ങനെ നടക്കാം. ഹായ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇവിടെ കുറേ കുട്ടികളുണ്ട്. കുട്ടികൾ നമ്മളെ കാണുമ്പോൾ ഓടിപ്പോകും. ഇരുട്ടായി വരുന്നുണ്ട് ഗൈസ്. സമയം 6 മണി എന്തോ കഴിഞ്ഞാണ് ഗൈസ്. ഏതായാലും ബാങ്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ട് പോവുകയാണ്. ഇവിടെ പള്ളിയിൽ മാരിബ് നിസ്കരിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ നിസ്കരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇരുട്ടാവും. നോക്കട്ടെ. ഓക്കെ, ഇവിടെ പള്ളിക്കുളം ഉണ്ട്. എന്നാൽ പള്ളിക്കുളം. ഓക്കെ, നിസ്കരിക്കാൻ കയറട്ടെ. ഗൈസ് നമ്മൾ പള്ളി കഴിഞ്ഞിട്ട് കുറേ നേരമായി നടക്കണേ. നടന്ന് ദ്വീപിൻ്റെ ഒരു അറ്റം എത്താനായിക്കണം. തിരിച്ച് പിന്നെ അങ്ങോട്ട് നടക്കണം.
രാത്രി നടക്കും വലിയ സുഖമില്ല കേട്ടോ, ഊരൊക്കെ വേദന കൊണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി ട്രാക്ടറൊക്കെ ഇങ്ങനെ പോകും. ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി ട്രാക്ടർ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വഴി മാറിക്കൊടുക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, വരുമ്പോൾ നിങ്ങൾ നടന്ന് അങ്ങോട്ട് ചെയ്യണം. ഓക്കെ, വീടിന് ആവശ്യമായ കട്ടില, ജനൽ, ഷട്ടറുകൾ, ഇന്റീരിയർ മുതലായ എല്ലാ വർക്കുകളും നടത്തി കൊടുക്കുന്നു. സന്ദർശിക്കുക അൽ ഹിക്മ ഫർണിച്ചർ മാർട്ട്, നിയർ ബുസ്രാപ്പള്ളി, PO അഗത്തി, ഐസ്ലാൻഡ്, UT ഓഫ് ലക്ഷദ്വീപ്. ബന്ധപ്പെടേണ്ടതുണ്ട്. യെസ്, ഇനി നമുക്ക് എത്ര നടക്കാണ്ട്? ഇനി നമുക്കൊരു 1.5 കിലോമീറ്റർ വേണ്ടി, അതായത് നമ്മളെ അഗത്തി ദ്വീപിന്റെ ഏറ്റവും വീതി കൂടിയ സ്ഥലം. അതായത് നമ്മളെ അഗത്തി എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 2 സൈഡിക്കും ഒരു ഏകദേശം ഒരു 250 മീറ്റർ ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് എൻ്റെ അഭിപ്രായം 500-ഉം ഏകദേശം ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ഏത് ഇങ്ങോട്ട് ലാസ്റ്റ്ക്ക്. ഓക്കെ, നമ്മൾ ഏകദേശം എന്തെല്ലാം നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ എന്താണ് അഭിപ്രായം നടന്നുകൊണ്ടിരിക്കുമ്പോൾ? പറയൂ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല അഭിപ്രായം കാലിന്. നല്ല അഭിപ്രായമാണ്. ആണ്. ഊരെങ്ങനെയുണ്ട്? ഊരക്ക് പ്രത്യേകിച്ചില്ല, കാലിനായോണ്ടേ. കാലിനായോണ്ട് ഇവിടെ കയറ്ററൊക്കെ ഇല്ലാത്തോണ്ട് നമുക്ക് ഈ മെക്സാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇല്ല. മെക്സാന് ഡെയിലി പോകണം. ഇതാണ് ലക്ഷദ്വീപത്തെ ഒരു കുറച്ച് വലിയ വീട് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അതെല്ലാം നടക്കട്ടെ. എപ്പോഴാണ് റൂമിലെത്തുന്നത് വലിയ ഐഡിയ ഒന്നുമില്ല. ഊരെ അതിനാണോ? ഞങ്ങൾ എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും? ശരിക്കും നമ്മളെ കിലോമീറ്റർ ചെയ്യാണ് 7. നമ്മളെ എയർപോർട്ട് അതായത് ഞങ്ങൾ തിരിഞ്ഞ് ഫുള്ള് കറങ്ങി. അവിടുന്ന് ആ കോൺഗ്രസ്. പക്ഷെ പ്രശ്നമൊന്നുമില്ല, നൗഷാദ് ടീം എന്ന് പറഞ്ഞാൽ മതി. തെറ്റാണ്. 14 കിലോമീറ്റർ നടന്നിന്റെ പൊന്നെ. ഫുഡ് കഴിക്കാം. ഫുഡ് ഇവിടെ സെറ്റാണ്. ഫുഡ് കാണിക്കോ? ഓ മാഷാ അല്ലാഹ്, നല്ല പ്രതീക്ഷക്ക് വെച്ച ഫുഡ് ഉണ്ട്. നടന്ന വിശപ്പിന്റെ ആ വിളി കേട്ട് എത്ര നടന്നു പോനെ. എന്റെ കൈയൊക്കെ കേട്ടോ. ഫുഡ് കിട്ടി. ഏകദേശം നമ്മൾ 10-14 കിലോമീറ്റർ നടന്നു അല്ലേ? 14-15 കിലോമീറ്റർ. 14-15, കാരണം ഒരു 7 കിലോമീറ്റർ അങ്ങോട്ടും 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ഇങ്ങോട്ടും. എൻ്റെ പിന്നെ ഊരൊക്കെ വേദന വേണം. നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയൻ അല്ലേ? ചിക്കൻ മഞ്ചൂരിയനും ഓക്കെ. ബാക്കിയുള്ള ഒരാൾ ഫുഡ് എടുക്കുന്നുണ്ട്. ഏതായാലും ഫുഡ് ആയിക്കട്ടെ. ക്ഷീണിച്ചിരിക്കണം.